ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 2024 JEE മെയിനിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ്. 2x + 3y = 23 where x and y belongs to natural numbers. ഇവിടെ ഞാൻ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇതൊരു 2 വേരിയബിൾ ഇക്വേഷൻ ആണ്. നമ്മൾ 9th സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ ടീച്ചർമാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും, 2 അൺനോൺസ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് സോൾവ് ചെയ്യണമെങ്കിൽ 2 ഇക്വേഷൻ വേണം. പക്ഷേ ഇവിടെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യാനേ ആവില്ല എന്നാണ് നമ്മൾ പൊതുവിൽ വിചാരിക്കുക. പക്ഷേ ഇവിടെ എക്സ് കോമ വൈ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് എ ലീനിയർ ഡയോഫൻഡൈൻ ഇക്വേഷൻ. ഡയോഫൻഡൈൻ ഇക്വേഷൻസ് നമ്മൾ NCERT-ലോ JEE മെയിൻ്റെ സിലബസിലോ ഈവൻ അഡ്വാൻസിൻ്റെ സിലബസിലോ പോലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ISI CMI ഒളിമ്പ്യാഡ് പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിൻ്റെ ഇടയിൽ ഇത്തരം ഐഡിയാസ് കുറച്ചുകൂടെ കോമൺ ആണ്. നമ്പർ തിയറിയിലാണ് അവരിതൊക്കെ പഠിക്കുന്നത്. നമുക്ക് നമ്പർ തിയറി, കോമ്പിനേട്രിക്സ്, അങ്ങനെ കോമ്പിനേട്രിക്സിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു കോർ കോമ്പിനേട്രിക്സ് നമുക്ക് പഠിക്കാനില്ല. അതൊക്കെ നമ്മുടെ സിലബസ് ഈ ഒളിമ്പ്യാഡ് സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളാണ്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു അനദർ സെറ്റ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ JEE മെയിനിലൊക്കെ ഇങ്ങനെ ഒരു ഇത്തരം ടച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പോൾ നമ്മളെ പ്രധാന പ്രശ്നം ഇത് സോൾവ് ചെയ്യുക. എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഇതൊരു സെറ്റ് ബിൽഡർ ഫോമാണ്. ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ഓരോരോ നാച്ചുറൽ നമ്പർ വാല്യൂസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഓരോരോ വാല്യൂസ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരു വലിയൊരു ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ സൊല്യൂഷൻസും കിട്ടിപ്പോകുന്നോ, ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഏതെങ്കിലും അധികമായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ആങ്സൈറ്റീസ്. നമുക്ക് കുറേ എണ്ണം കിട്ടിക്കഴിഞ്ഞു തീർന്നു എന്ന് വിചാരിക്കും, ഇനി ഒന്നുമില്ല. അപ്പോഴിത് ശരിക്കും തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല ആങ്സൈറ്റികളിലൂടെ ആയിരിക്കും ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ കടന്നു പോവുക. അതുകൊണ്ട് ചില അവസരങ്ങളിൽ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ എല്ലാം കിട്ടും, അപ്പോൾ അത് കറക്റ്റ് ആവും. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടാവില്ല, ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു സമയത്ത് എപ്പോൾ സോൾവ് ചെയ്താലും ഒറ്റൊന്നുപോലും മിസ്സാവാതെ നമുക്ക് എല്ലാം എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം എന്നാണ് ഞാനിവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഇത്തിരി നമ്പർ തിയറിയാണ് ആൻഡ് കോൺഗ്രുവൻ്റ് മോഡ്യൂളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. സോ 2x + 3y = 23 ആണ്. ഞാനിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2x എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ മസ്റ്റ് ബി 0. ഇവിടെ 3y നമുക്ക് 2y + y എന്ന് എഴുതാം. അതിൽ 2y ഡിവിസിബിൾ ബൈ 2 ആണ്, അപ്പോൾ അവിടെ റിമൈൻഡർ 0 ആവും, പ്ലസ് y ഉണ്ടാവും. ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 23നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്, മോഡ് 2. So y is congruent. 0 + y is congruent to 1 mod 2. So y must be equal to 2k1 + 1. ഈ ഫോമിലാണ് y നമ്മൾ എടുക്കേണ്ടത്. k1 is an integer. k1 belongs to natural number or simply integer. ഈ ടൈപ്പ് നമ്പേഴ്സ് മാത്രമേ yക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഓഡ് നമ്പേഴ്സ് മാത്രമേ പാടൂ. y must be odd. y ഒരു കാരണവശാലും ഈവൺ ആവരുത്. അത് ലേശം കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നോക്കിയാലും മനസ്സിലാവും. ഈ 2x എന്ന് പറയുന്നത് ഈവൺ ആണ്, ഈ 23 എന്ന് പറയുന്നത് ഓഡാണ്. അപ്പോൾ ഈവൺ നമ്പറിൻ്റെ കൂടെ ഒരു ഓഡ് ആഡ് ചെയ്താലല്ലേ ഓഡ് ആൻസർ ഓഡ് ആവുള്ളൂ. ഈവൺ + ഈവൺ ആണ്, ഓഡ് + ഓഡ് ഈവൺ തന്നെയാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് ഓടാവുന്നത് ഒരാൾ ഈവണും മറ്റാൾ ഓടാവുമ്പോഴാണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 2x ഈവൺ ആയ സ്ഥിതിക്ക് 3y ഓടാവണം. 3y ഓടാവണമെങ്കിൽ y മസ്റ്റ് ബി ഓഡ്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ല പ്രത്യേകിച്ചൊരു വലിയ സംഭവം അവിടെ ഇല്ല. അടുത്ത വീണ്ടും 2x + 3y = 23. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുത്തതുപോലെ 3 കൊണ്ട് കോൺഗ്രന്റ് മോഡിൽ എടുക്കുകയാണ്. അപ്പോൾ 2xനെ 3x - x എന്ന് വായിച്ചാൽ -x + 3y 0. ദിസ് ഇസ് കോൺഗ്രന്റ് ടു 23നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24 - 1. സോ -1 mod 3 എന്ന് വരും. സോ -x ഈസ് കോൺഗ്രന്റ് ടു -1 mod 3. രണ്ട് സൈഡിൽ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x ഈസ് കോൺഗ്രന്റ് ടു 1 mod 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. ദാറ്റ് മീൻസ് x is equal to 3k2 + 1. So we got y must be in this form, 2k + 1 form, and x must be in this form, divisible by 3 number plus 1. Multiple of 3 plus 1 ഫോമിലാവണം. ഇയാൾ multiple of 2 plus 1 ഫോം. ഇനി ഇതിനകത്ത് തന്നെ വീണ്ടും ഇത് കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വരിക 2x + 3y = 23 ആയിരുന്നു. 2x, what was x? x must be taken in the form 3k2 + 1 plus 3 into y. What is y? 2k1 + 1. Let this be equal to 23. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 6k2 + 2. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 6k1 + 3 = 23. ഈ രണ്ട് ടേംസ് കമ്പയർ ചെയ്താൽ 6 into k1 + k2 plus 2 plus 3 is 5 is equal to 23. Now let's take this 5 to RHS. So 6 into
k1 plus k2 is equal to 23 minus 5 is 18, and k1 plus k2 is equal to 18 by 6 is 3. So k2 is equal to 3 minus k1. So we got the relationship between k1 and k2. അതോടെ എക്സ് വൈയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. എക്സ് ഇസ് ഈക്വൽ ടു നേരത്തെ നമുക്ക് കിട്ടിയത് 3k2 plus 1 ആണ്. 3k2 plus 1. Now we know that k2 is 3 minus k1. So 3 into 3 minus k1 plus 1. Bracket open ചെയ്താൽ 9 plus 1, 10. 10 minus 3k1. And y is already 2k1 plus 1. അതങ്ങനെ തന്നെ മതി. ഇനി ഇതിനകത്ത് എക്സ് വൈ ഇൻഡിജർ ആണെന്നാണ് നാച്ചുറൽ നമ്പർ എന്നാണ് പറയുന്നത്. നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സൊല്യൂഷൻസ് അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ എക്സ് ഇസ് ഇൻ ടേംസ് ഓഫ് k1, y is also in terms of k1. അപ്പോൾ ആരാണ് ഒന്നാമത്തെ ഓർഡേർഡ് പെയർ? നമ്മൾ ഈ k1ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 1,10. ദിസ് ഇസ് അവർ ഫസ്റ്റ് സൊല്യൂഷൻ. ശരിയാണോ എന്ന് അവിടെ കൊണ്ടുപോയി നോക്കാവുന്നതാണ്. 110 എന്ന് പറയുന്നത് ഇവിടെ 1 കൊടുത്താൽ എക്സ് അല്ലേ? യെസ്, എക്സ് ആണ് 10. നേരെ തിരിച്ച് y ആണ് 1. 10, 1. വി പുട്ട് ദിസ് k1 ഈക്വൽ ടു 0. അതവിടെ കൊടുത്താൽ ശരിയാവും. അടുത്ത് k1ന് നമ്മൾ 1 കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻസർ പോലും നമുക്ക് മിസ്സാവില്ല. ഇനി k1 -1 ആവുന്ന എടുക്കുമ്പോൾ ഈ 1 -1ലേക്ക് പോകും. ഈ 1ന് പകരം -1 ആവും. സോ അത് നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി k1ന് നമ്മളിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 10 minus 3 is 7. ഇവിടെ 1 കൊടുക്കുമ്പോൾ 3. 7, 3 is the next solution. ഇത് ഒറിജിനൽ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്തോളും. അത് നമ്മൾ ബോധർ ചെയ്യേണ്ട. അത് ആണ് ഈ നമ്പർ തിയറി ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം. നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അടുത്ത നമ്മളിവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ 2 കൊടുത്തു കഴിഞ്ഞാൽ 10 minus 6 is 4. ഇവിടെ 2 കൊടുക്കുമ്പോൾ 5. Now we can substitute k is equal to 3. So 1, ഇവിടെ 3 കൊടുത്താൽ 6 plus 1, 7. കഴിഞ്ഞു. ഇനി കൊടുക്കുമ്പോൾ ഇയാൾ വീണ്ടും കുറഞ്ഞ ഇയാൾ -1 ആവും. സോ ദിസ് ഇസ് അവർ സെറ്റ്. ഇതിൽ നിന്ന് ഒരു വാല്യൂ പോലും മിസ്സായി പോകാതെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ദിസ് ഇസ് അവർ എ. ഈ എയിൽ നിന്നാണ് ബി കിട്ടുന്നത്. ബി എന്താണെന്നുള്ള അവിടെ വിശദീകരിക്കുന്നുണ്ട്. ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു എ. എക്സ് വൈയിലുള്ള ഒരു ഓർഡേർഡ് പെയറിൽ നിന്ന് എക്സ് മാത്രം പെറുക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 10, 7, 4, 1. സോ ദിസ് സെറ്റ് കണ്ടെയ്ൻ 4 elements. ദിസ് സെറ്റ് ഓൾസോ കണ്ടെയ്ൻ 4 elements. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സെറ്റ് എന്താണ്, അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് വലിയ കാര്യമില്ല. എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. Now the question is number of 1, 1 functions. ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞാണ് 1, 1 functionsന്റെ എണ്ണം. Number of 1, 1 functions is NPM. You must know this. 2025 ഇപ്പോൾ നടന്ന 2 ഷിഫ്റ്റുകളിൽ ചോദിച്ചു എന്ന് പറയപ്പെടുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഈ നമ്പർ ഓഫ് 1, 1 ഫംഗ്ഷൻസ് ഒക്കെ ഓൾറെഡി ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കെയർഫുൾ ആവുക. NPM, where n is the number of elements in codomain and m is the number of elements in domain. അപ്പോൾ a to b എന്നാണ് പറഞ്ഞത്. അപ്പോൾ a is the domain and b is the codomain. രണ്ടാണെങ്കിലും രണ്ടിലും 4 elements each ആണ്. അപ്പോൾ 4p4 will become 4 factorial and the value of 4 factorial is 24. അങ്ങനെ വളരെ സമാധാനമായിട്ട് നമുക്ക് ഓർഡേർഡ് പെയറുകൾ ഇതിനകത്തുള്ള സൊല്യൂഷൻസ് ഏതെങ്കിലും മിസ്സായി പോയോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കിട്ടാനുണ്ടോ ഇങ്ങനെയുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഇതേപോലെയുള്ള കുറച്ചൊരു നമ്പർ തിയറി, കോൺഗ്രന്റ് മോഡുലോ പോലുള്ള നമ്പർ തിയറിൻ്റെ ബിഗിനിങ് ലെവലൊക്കെ ജെ ആസ്പിറൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതിപ്പോൾ സിലബസിൽ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിക്കുകയില്ല എന്നുള്ള വാശിയിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഈ ഒരു സീരീസിനുണ്ട്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നിങ്ങളത് വാച്ച് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിവേ താങ്ക് യു ആൾ.